Next question, capital expenditure. Fifth sum, public finance, fifth sum, economics, public finance paper, question paper. 2021 question paper. What is capital expenditure? One short question. What is capital expenditure? That paper then a short question. Why should we increase capital expenditure? Why should we increase capital expenditure? മാത്രമല്ല ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ UGCയുടെ നെറ്റ് എക്സാമിലും ഞാനൊരു ക്വസ്റ്റ്യൻ കണ്ടു. അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി പറയാൻ വിചാരിച്ചത്. അപ്പോൾ 2021 ഫിഫ്ത്ത് സം പബ്ലിക് ഫിനാൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ ഇക്കണോമിക്സിലെ അതായത് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് വൈ ഷുഡ് വി ഇൻക്രീസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പൊ രണ്ട് ഷോർട്ട് ക്വസ്റ്റ്യൻസ് 2021 വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ വാട്ട് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പറയുന്നതിന് മുൻപ് വാട്ട് ഈസ് മെൻ ബൈ ക്യാപിറ്റൽ അക്കൗണ്ട് ഓർ ക്യാപിറ്റൽ ബഡ്ജറ്റ്? അതായത് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ രണ്ട് കമ്പോണൻസ് ആണ് ക്യാപിറ്റൽ റെസീറ്റ്സ് ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ദാറ്റ് ഈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓർ ദാറ്റ് ഈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓർ ക്യാപിറ്റൽ ബഡ്ജറ്റ്. It included two components. One is that capital receipts and second is that capital expenditure. ഇതാണ് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിന്റെ രണ്ട് കമ്പോണൻസ്, ക്യാപിറ്റൽ റെസീറ്റ്സ് ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റെസീറ്റ്സ് എന്ന് പറഞ്ഞാൽ റവന്യൂ ഓർ ഇൻകം, അതായത് ദീർഘകാല വരുമാനങ്ങൾ. ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ മാർക്കറ്റ് ലോൺസ്, ബോറോയിങ്സ്, ട്രഷറി ബിൽസുകളൊക്കെ സെല്ല് ചെയ്യുമ്പോൾ വിൽക്കുമ്പോൾ കിട്ടുന്ന വരുമാനം. ദീസ് ആർ ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ക്യാപിറ്റൽ റെസീറ്റ്സ്. They are very long run in nature. അതായത് ഇവ ലോങ് റൺ ആണ്. ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് ബോറോയിങ്സ്, മാർക്കറ്റ് ലോൺസ്, ട്രഷറി ബില്ലുകളൊക്കെ വിൽക്കുമ്പോൾ കിട്ടുന്ന നമ്മുടെ എന്താണ് വരുമാനങ്ങൾ. ദേ ആർ നോൺ ആസ് ക്യാപിറ്റൽ റെസീറ്റ്സ്. ഇതാണ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഒരു വശം. ദ സെക്കൻഡ് കമ്പോണന്റ് ഈസ് നോൺ ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ഇനമായിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നത്. അപ്പോൾ ക്യാപിറ്റൽ റെസീറ്റ്സ് ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബോത്ത് ആർ ലോങ് റൺ ഇൻ നേച്ചർ. ഇവ ലോങ് റൺ ആണ്, ദീർഘകാല അവസ്ഥയിലുള്ളതാണ്. അതായത് അതിന്റെ വരുമാനങ്ങളായിക്കോട്ടെ ചെലവുകളായിക്കോട്ടെ, ദേ ആർ ലോങ് റൺ ഇൻ നേച്ചർ. This is the main important component. So first we define or what is the meaning of capital expenditure. Capital expenditure refers to this is the expenditure incurred to purchase a fixed asset. Expenditure incurred to purchase fixed asset. Fixed assetകൾ വാങ്ങിക്കുമ്പോൾ ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ ഒരു ഫേമിനോ അല്ലെങ്കിൽ ഒരു ബിസിനസിനോ ഓർഗനൈസേഷനോ ഉണ്ടാകുന്ന ചെലവുകളെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. This is that is expenditure incurred to purchase fixed asset. That is fixed asset of a firm or business or a company or organization. ഇതിനെയാണ് നമ്മൾ ഇത് വിളിക്കുക ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഉദാഹരണമായിട്ട് അതായത് ഒരു കമ്പനി ഒരു ലാൻഡ് വാങ്ങിക്കുമ്പോൾ, അപ്പൊ ലാൻഡ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ദീർഘകാല ചെലവുകളാണ്. നമുക്കറിയാം കമ്പനിയുടെ സ്ഥലം വാങ്ങിക്കുമ്പോൾ ഇതിന് കൂടുതൽ എമൗണ്ട് ആവശ്യമാണ്. അപ്പം അതായത് ലാൻഡ് വാങ്ങിക്കുക, ബിൽഡിങ്സ് വാങ്ങിക്കുക, എക്യുപ്മെന്റ്സ് വാങ്ങിക്കുക, ഇതെല്ലാമാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ പെടുന്ന ഐറ്റംസ്. ദാറ്റ് ഈസ് നോൺ ആസ് capital expenditure. Expenditure or this is the expenses incurred to purchase fixed asset by a firm or company or organization. ഇത് ദീർഘകാലമാണ്. മാത്രമല്ല ഇത് എങ്ങനെയാണ് ലാൻഡോ ബിൽഡിങ്സോ എക്യുപ്മെന്റ്സിനോ വേണ്ടി ചെലവാക്കുന്ന തുകയ്ക്കാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇനി നമ്മളതൊരു ഡെഫിനിഷൻ ഫോമില് എന്താണെന്ന് നോക്കാം. Capital expenditure is a money spent by a business or organization. Money spent by a business or organization on acquiring or maintaining. Acquiring or to that നാം സമ്പാദിക്കുക. Acquiring or maintaining fixed asset. Fixed assetകളായ
ഏതൊക്കെയാണ്? ലാൻഡ്, ബിൽഡിങ്സ് ആൻഡ് എക്യുപ്മെന്റ്സ് ഇൻസ്റ്റോൾ. ഏതെങ്കിലും എക്യുപ്മെന്റ്സ് ഇൻസ്റ്റോൾ ചെയ്യുക. നമ്മളവിടെ കമ്പൈൻ ചെയ്ത് ഇപ്പം എക്സ്കലേറ്റർ നമ്മൾ കൊണ്ടുവന്നു. അപ്പൊ അത് ദീർഘകാല റിട്ടേൺസ് ആണ്, ദീർഘകാല ബെനിഫിറ്റ് ആണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുക. ഇതുപോലെ അതായത് കമ്പനി നടത്താനുള്ള ലാൻഡ് വാങ്ങിക്കുന്നു, അതിനു വേണ്ടിയുള്ള ബിൽഡിങ്സ് വാങ്ങി, അത് എക്വയർ ചെയ്യുക, അത് സമ്പാദിക്കുക, അല്ലെങ്കിൽ അത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ഉണ്ടാകുന്ന കേട്ടോ മണി സ്പെൻഡ് ടു ബൈ എ ബിസിനസ് ഓർ ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ പണം ചെലവഴിക്കുന്നു. എന്തിനു വേണ്ടിയാ? എക്വയറിംഗ് ഓർ മെയിൻറ്റെയിനിങ്. കേട്ടോ, ഇതിനു വേണ്ടിയാണ് എക്വയറിംഗ് ഓർ മെയിൻറ്റെയിനിങ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റുകളായ ലാൻഡോ ബിൽഡിങ്സോ എക്യുപ്മെന്റ്സോ ഇവ സമ്പാദിക്കുന്നതിനെ അല്ലെങ്കിൽ നിലനിർത്തുന്നതിന് ഒരു ഫേം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ചെലവഴിക്കുന്ന പണത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ദേ ആർ ലോങ് റൺ ഇൻ നേച്ചർ. ദീർഘകാല, അതായത് സമയത്തേക്കുള്ള ദീർഘകാലയളവിലാണ് ഇത്തരത്തിലുള്ള ചെലവുകൾ നമ്മൾ അതായത് ഒരു എക്യുപ്മെന്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ ലാൻഡ് വാങ്ങിക്കുക, ബിൽഡിങ്സ് വാങ്ങിക്കുക. ഇത് ഇന്നൊക്കെയല്ല, റിക്കറിംഗ് അല്ല, ഇത് നോൺ റിക്കറിംഗ് നേച്ചറാണ്. ഇതിനെയാണ് എന്ത് വിളിക്കുക? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇസ് എ മണി സ്പെൻഡ് ബൈ എ ഫേം ഓർ ഓർഗനൈസേഷൻ that is on acquiring or maintaining. എന്താ കിട്ടേണ്ടത്? മെയിൻറ്റെയിനിങ് ഫിക്സഡ് അസറ്റ്. അതായത് നമുക്ക് ഫിക്സഡ് അസറ്റുകളായ, അതായത് സമ്പത്തായ, അതായത് സ്ഥിരമായിട്ടുള്ള സമ്പത്തുകളായ ലാൻഡോ ബിൽഡിങ്സോ എക്യുപ്മെന്റ്സോ സമ്പാദിക്കുന്നതിനോ അല്ലെങ്കിൽ നിലനിർത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു, അതായത് ഫേം അല്ലെങ്കിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കമ്പനി ചെലവഴിക്കുന്ന പണത്തിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പം ഇവിടെ 2-4 അതായത് പ്രധാന കമ്പോണൻസ് ആണ്, കൺസെപ്റ്റുകളാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. രണ്ടാമത്, വാട്ട് അബൌട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. മൂന്നാമത്, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ്, ആൻഡ് നെക്സ്റ്റ് വാട്ട് അബൌട്ട് ദ ചലഞ്ചസ്, ആൻഡ് ലാസ്റ്റ് ഈസ് ദാറ്റ് വൈ ഷുഡ് വി ഇൻക്രീസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലായി, ആദ്യം തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് expenditure incurred to purchase fixed assets such as land, buildings, equipments, etc. ഇതിനെയാണ് നമ്മൾ വിളിക്കുക that is the capital expenditure. ഇത് നമുക്ക് അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓർ ക്യാപിറ്റൽ ബഡ്ജറ്റ്. ക്യാപിറ്റൽ ബഡ്ജറ്റിന്റെയോ അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെയോ ഭാഗങ്ങളായിട്ടാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരിക. ഇത് ദീർഘകാല ചെലവുകളാണ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 2 കമ്പോണൻസ് ആണുള്ളത്. ആരൊക്കെയാ? ക്യാപിറ്റൽ റെസീറ്റ്സും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും. ക്യാപിറ്റൽ റെസീറ്റ്സ് എന്ന് പറഞ്ഞാൽ ദീർഘകാല വരുമാനങ്ങൾ. അത് നമ്മൾ പറഞ്ഞു, ആരാണ്? മാർക്കറ്റ് ലോണുകളോ ബോറോയിങ്സോ ഗവൺമെന്റിന്റെ ട്രഷറി ബിൽസ് ഒക്കെ വിറ്റ് കിട്ടുന്ന പണങ്ങളോ ഇതെല്ലാമാണ് ഇതിലെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. എന്നാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ അതായത് ഫേമിനുണ്ടാകുന്ന ദീർഘകാല ചെലവുകളായ ലാൻഡോ ബിൽഡിങ്സോ എക്യുപ്മെന്റ്സോ വാങ്ങിക്കുമ്പോൾ ഒരു കമ്പനിക്ക് ഉണ്ടാകുന്ന ചെലവിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. Then next is that what is meant by what is the difference between revenue expenditure and capital expenditure. Next is that what about the difference between capital expenditure and revenue expenditure. Capital expenditure പറയുമ്പോൾ നമുക്ക് അവിടെ റവന്യൂ എക്സ്പെൻഡിച്ചറും കൂടി പറയണം. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ ബഡ്ജറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ 2 കമ്പോണൻസ് ആണ് ക്യാപിറ്റൽ റെസീറ്റ്സ് ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റെസീറ്റ്സ് എന്ന് പറഞ്ഞാൽ അതായത് മൂലധന വരുമാനങ്ങൾ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ മൂലധന ചെലവുകൾ. അപ്പൊ വരുമാനത്തിൽ ആരൊക്കെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതുപോലെ റവന്യൂ അക്കൗണ്ട് അല്ലെങ്കിൽ റവന്യൂ ബഡ്ജറ്റിന്റെ 2 കമ്പോണൻസ് ആണ് റവന്യൂ റെസീറ്റ്സും റവന്യൂ എക്സ്പെൻഡിച്ചറും. അതുകൊണ്ടാണ് ഇതിലെ റവന്യൂ എക്സ്പെൻഡിച്ചറിനെ ഞാൻ ഉൾപ്പെടുത്തിയത്. അപ്പം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ ഭാഗമായിട്ട് നമ്മൾ ആരെയും കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് ഇവിടെ, റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ പ്രത്യേകത ഇത് ഹ്രസ്വ കാലയളവിൽ ഉണ്ടാകുന്ന ചെലവുകളാണ്. ഉദാഹരണമായിട്ട് വേജസ് കൊടുക്കുന്നു, സാലറി കൊടുക്കുന്നു, ടാക്സ് കൊടുക്കുന്നു, അഡ്വർടൈസ്മെന്റ് ചെലവഴിക്കുന്നു. ഇതെല്ലാം ഒരു കമ്പനിക്ക് ഉണ്ടാകുന്ന
അതായത് സാലറി ഇനങ്ങൾ, ടാക്സ്, അഡ്വർടൈസ്മെന്റ് ഇവയെല്ലാം ഏതിൽ വരുന്നു? റവന്യൂ എക്സ്പെൻഡിച്ചറിൽ വരുന്നു. ഇവയെല്ലാം ഹ്രസ്വകാല അളവിലുള്ളതാണ്. ഇനി നമുക്ക് നോക്കാം, വാട്ട് ആർ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ പ്രത്യേകത, ഇറ്റ് ഇൻക്ലൂഡ് ഫോർ എക്വിസിഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്. നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇറ്റ്സ് എ മണി സ്പെൻഡ് ടു ബൈ എ ബിസിനസ് ഓർ ഓർഗനൈസേഷൻ ഓൺ acquiring or maintaining a fixed asset such as that is business, buildings or equipment. അതുകൊണ്ട് ഫിക്സഡ് അസറ്റ് സമ്പാദിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെലവുകളാണ് എന്ത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതായത് സി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ആർ എന്ന് പറഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പം ദേ ആർ ഫിക്സഡ് അസറ്റ്, ദീർഘകാല ചെലവുകളാണ് ഫിക്സഡ് അസറ്റ്. അതായത് ഫിക്സഡ് അസറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഫിക്സഡ് അസറ്റ് എക്വിസിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന ചെലവുകളെയാണ് നമ്മൾ ഇത് വിളിക്കുക ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ദേ ആർ ലോങ് റൺ. But in the case of revenue expenditure, they are mainly for running business. ഇപ്പോൾ നടത്തിക്കൊണ്ടു പോകാനായിട്ട് ദീർഘകാലത്തേക്കുള്ളതല്ല, ഇപ്പോഴുള്ള ചെലവുകൾ ബിസിനസ് നടത്തി. അപ്പം അവർക്കുണ്ടാകുന്ന എന്താണ്? ശമ്പളം കൊടുക്കാനായിട്ട്, ടാക്സ് വരുന്ന, അങ്ങനെ റണ്ണിങ് ബിസിനസ്സിനുള്ള ചെലവുകൾക്കാണ് എന്ത് വിളിക്കുക? റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പം വൺ ഈസ് ദാറ്റ് ഫിക്സഡ് അസറ്റ് എക്വിസിഷൻ എക്സ്പെൻസസ്, അതർ ഈസ് ദാറ്റ് ഈസ് ദ എക്സ്പെൻസസ് which are running in nature. ഇപ്പോഴുള്ള ചെലവുകളാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇവരാണെങ്കിൽ ഫിക്സഡ് അസറ്റിന് വേണ്ടി നമ്മൾ ഒരു ബിൽഡിംഗ് വാങ്ങിക്കുമ്പോൾ എത്രമാത്രം പണം ചെലവാക്കുന്നുണ്ട്, അത് ആ കമ്പനിയുടെ ആ ചെലവിനെ വിളിക്കുന്നതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. രണ്ടാമത്, ദിസ് ഇസ് നോൺ റിക്കറിംഗ് ഇൻ നേച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാൽ നോൺ റിക്കറിംഗ് ആണ്, ഉടനടിയല്ല, ദീർഘകാല അവസ്ഥയ്ക്കുള്ളതാണ്. അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിലോ റിക്കറിംഗ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, റണ്ണിങ് ആയതുപോലെ തന്നെ ഇത് റിക്കറിംഗ് ആണ്, ഉടനടി ഉണ്ടാകുന്ന ചെലവുകൾ. അപ്പം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വിച്ച് ആർ നോൺ റിക്കറിംഗ്, ബട്ട് ഇൻ ദ കേസ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ ദിസ് ഇസ് റിക്കറിംഗ് ഇൻ നേച്ചർ. ഇപ്പോൾ അപ്പൊ തന്നെ ഉണ്ടാകുന്ന ചെലവുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. And third is that benefit available for long period. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകൾ ഉണ്ടാകുന്ന നമ്മൾ പണം ചെലവഴിക്കുമ്പോൾ അതിൽ നമുക്ക് ബെനിഫിറ്റ് ലോങ് റൺ, ദീർഘകാല അളവിലുള്ള നമ്മുടെ മെച്ചം അല്ലെങ്കിൽ നേട്ടം അതുകൊണ്ടുണ്ടാകുന്നു. ബെനിഫിറ്റ് അവൈലബിൾ ഫോർ ലോങ് പീരീഡ്. എന്നാൽ ഇതെങ്ങനെയാണ്? ദാറ്റ് ഇസ് ഓൺലി ഫോർ വൺ അക്കൗണ്ടിംഗ് പീരീഡ്. ഒരു വർഷത്തേക്ക് മാത്രമേ ആര് വരാറുള്ളൂ? റവന്യൂ എക്സ്പെൻഡിച്ചർ. മോർ ദാൻ വൺ ഇയർ ബെനിഫിറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? അതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ദാറ്റ് ഇസ് ബെനിഫിറ്റ് അവൈലബിൾ ഫോർ ലോങ് പീരീഡ് ആണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെങ്കിൽ. ദീർഘകാല നേട്ടമാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എങ്കിൽ ഇതെങ്ങനെയാണ്? വൺ അക്കൗണ്ടിംഗ് പീരീഡ്. ഒരേ ഒരു വർഷത്തിനുള്ളിൽ ബെനിഫിറ്റ് മാത്രമേ ഏതിൽ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ? റവന്യൂ എക്സ്പെൻഡിച്ചർ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇനി നാലാമത്, ഇറ്റ് ഇൻക്രീസ് ഏർണിംഗ് കപ്പാസിറ്റി. നമ്മുടെ കപ്പാസിറ്റി, പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കൂട്ടാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നു. ഇൻക്രീസ് ഏർണിംഗ് കപ്പാസിറ്റി, അതായത് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി, വരും കാലങ്ങളിലെ നമ്മുടെ ഉൽപാദിത ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നു. ഇൻക്രീസ് ഏർണിംഗ് കപ്പാസിറ്റി. ബട്ട് ദ കേസ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ മെയിൻറ്റെയിൻ ഏർണിംഗ് കപ്പാസിറ്റി. അതായത് നമ്മുടെ കപ്പാസിറ്റിയെ നിലനിർത്തി കൊണ്ടുപോകാൻ, കൂട്ടാനായിട്ട് സാധിക്കാതെ മെയിൻറ്റെയിനിങ് ഏർണിംഗ് കപ്പാസിറ്റി, ഇപ്പോഴുള്ള ചെലവുകളെ നിലനിർത്തി കൊണ്ടുപോകാൻ മാത്രമേ ഇതിലൂടെ സാധിക്കുന്നു. അപ്പോൾ വൺ ഈസ് ദാറ്റ് ഇൻക്രീസിംഗ് ഏർണിംഗ് കപ്പാസിറ്റി, ദാറ്റ് ഈസ് ഈക്വൽ ടു capital expenditure, and in the case of revenue expenditure this is maintaining earning capacity. Last difference is that the capital expenditure mainly shown in balance sheet. ബാലൻസ് ഷീറ്റിലാണ് നമ്മളിത് വരവ് ചെലവ് കണക്കുകൾ നമ്മൾ പ്രതിപാദിക്കുന്നത്. ബാലൻസ് ഷീറ്റിലാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുന്നതെങ്കിൽ റവന്യൂ അക്കൗണ്ട് വരുന്നത് ഡെബിറ്റഡ് ടു ദ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. അതായത് ഇത് ഡെബിറ്റ് ചെയ്യുന്നത് ലോസ് അതുപോലെ തന്നെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലാണ്. വൺ ഈസ് ദാറ്റ് ബാലൻസ് ഷീറ്റ് ആൻഡ് അനദർ ഈസ് ദാറ്റ് PL, അതായത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലാണ് ഇത് പ്രതിപാദിക്കുന്നത്. These are the main difference between revenue expenditure and capital expenditure. അപ്പൊ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇതെങ്ങനെയാണ്? അതായത് ഫിക്സഡ് അസറ്റ് എക്വിസിഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ സമ്പാദിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെലവാണെങ്കിൽ ഇത് ഇങ്ങനെയാണ് റണ്ണിങ് എക്സ്പെൻസസ്. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചെലവുകൾ റണ്ണിങ് എക്സ്പെൻഡിച്ചർ ആണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇനി ഇത് നോൺ റിക്കറിംഗ് ആണെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ റിക്കറിംഗ് ആണ്.
ഇത് മോർ ദാൻ 1 ഇയർ അല്ലെങ്കിൽ ലോങ് പീരീഡ് ആണ്. അതാണെങ്കിൽ 1 അക്കൗണ്ടിങ് പീരീഡ്. റവന്യൂ എക്സ്പെൻഡിച്ചർ ഓരോ വർഷത്തിലേക്ക്. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്രൊഡക്റ്റ് ഇത് നമ്മുടെ എന്താണ് ഏർണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. റവന്യൂ എക്സ്പെൻഡിച്ചർ ഏർണിംഗ് കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. ലാസ്റ്റ് ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ ആരെ കാണിക്കുന്നത്? നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇവിടെയാണെങ്കിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ദീസ് ആർ ദ മെയിൻ ഇമ്പോർട്ടന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പൊ രണ്ട് കമ്പോണൻസ് നമ്മൾ പറഞ്ഞു. വാട്ട് അബൌട്ട് ദ മീനിങ് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? രണ്ടാമത് വാട്ട് അബൌട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ? മൂന്നാമത് വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. വൺ ഈസ് ദാറ്റ് ദിസ് ഇസ് ലോങ് ടേം ഇഫക്റ്റ്. One is the long-term effect. Second is the irreversible, and third is that high initial cost, and last is that depreciation. These are the four importance of capital expenditure. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇത് ലോങ് ടേം ഇഫക്റ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ദീർഘകാല ബെനിഫിറ്റ് ആണ് ഇതുകൊണ്ടുണ്ടാക്കുന്നത്. ലോങ് ടേം ഇഫക്റ്റ് ദാറ്റ് ഇസ് നമ്മൾ ഇവിടെ കണ്ടതാണ്. ദാറ്റ് ഇസ് ഇൻക്രീസ് ഇൻ ദ ബെനിഫിറ്റ് അവൈലബിൾ ഫോർ ലോങ് പീരീഡ്. കൂടുതൽ പണം ചെലവഴിക്കണം, ദീർഘകാല ചെലവുകളാണ്. അതുകൊണ്ട് അത് നമുക്ക് എന്താണ് ലോങ് ടേം ഇഫക്റ്റ് ആണ് അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദീർഘകാല ഫലങ്ങൾ ഉളവാക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ നേട്ടം. രണ്ടാമത് ഇർറിവേഴ്സിബിൾ ആണ്. റിവേഴ്സ് എന്ന് പറഞ്ഞാൽ തിരിച്ച്, ഇവിടെ തിരിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ദീർഘകാലത്തേക്ക് അവിടെ നിലനിന്ന് പോകുന്നു. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഇർറിവേഴ്സിബിൾ. തിരിച്ചെടുക്കാനാവാത്ത ഒന്നാണ് ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ആൻഡ് തേർഡ് ഇസ് ദാറ്റ് ഹൈ ഇനീഷ്യൽ കോസ്റ്റ്. മറ്റു അതായത് റവന്യൂ എക്സ്പെൻഡിച്ചറിനെ അപേക്ഷിച്ച് ഇതിന്റെ ഇനീഷ്യൽ ചെലവ് കൂടുതലാണ്. അതായത് നമ്മൾ ഇത് സ്ഥാപിക്കുമ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതിന് ആരംഭ ചെലവുകൾ കൂടുതലാണ്. പക്ഷെ അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ദീർഘകാല നേട്ടങ്ങൾ ഇതിലൂടെ സമാഹരിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇത് ഇർറിവേഴ്സിബിൾ ആണ്. ദെൻ ഹൈ ഇനീഷ്യൽ കോസ്റ്റ് and last is that depreciation. ഇതിൽ പലപ്പോഴും നമ്മൾ എന്താ നാശമായല്ല ഉണ്ടാകുക, കാലപ്പഴക്കം കൊണ്ട് ചില തേയ്മാനങ്ങൾ സംഭവിക്കാം. അല്ലാതെ അത് അങ്ങനെ അപ്പാടെ നശിച്ചു പോകുന്ന ടെൻഡൻസി ഇല്ല. Here there is a tendency of depreciation. These are the four importance of capital expenditure. അപ്പൊ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൊണ്ടുള്ള പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണ്. ലോങ് ടേം ഇഫക്റ്റ് ആണ്. സെക്കൻഡ് ഇർറിവേഴ്സിബിൾ ആണ്. മൂന്നാമത് ഹൈ ഇനീഷ്യൽ കോസ്റ്റ്. നാലാമത്തെ ഡിപ്രീസിയേഷൻ. These are the main importance of capital expenditure. And next is that what about the challenges of capital expenditure? എന്തൊക്കെ പ്രോബ്ലംസ് ആണ്, എന്തൊക്കെ വെല്ലുവിളികളാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നേരിടേണ്ടി വരുന്നത്? Which are the important problems or limitations of capital expenditure? One is that unpredictable, and second is that measurement problem, and third is that temporal spread. These are the main problems. One is that measurement problem is here. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പലപ്പോഴും കൃത്യമായിട്ട് കണക്ക് കൂട്ടാനായിട്ട് തിട്ടപ്പെടുത്തി വെക്കാനായിട്ട് സാധിക്കില്ല. ഹിയർ ദർ ഇസ് എ പ്രോബ്ലം ഓഫ് മെഷർമെന്റ്. കാരണം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും അതിൽ ഡിപ്രീസിയേഷൻ അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് ഹിയർ ദർ ഇസ് എ പ്രോബ്ലം ഓഫ് മെഷർമെന്റ്. അക്കൗണ്ടിംഗ് പ്രോബ്ലം ആണ്. കൃത്യമായി കണക്ക് കൂട്ടി വെക്കാനായിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സാധ്യമല്ല എന്നുള്ളതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ ഒരു പ്രധാന പ്രശ്നം, അല്ലെങ്കിൽ അത് നേരിടുന്ന പ്രധാന വെല്ലുവിളി, മെഷർമെന്റ് പ്രോബ്ലം. ആൻഡ് സെക്കൻഡ് ഇസ് ദാറ്റ് അൺപ്രഡിക്റ്റബിൾ. നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനായിട്ട് സാധിക്കില്ല. ഇറ്റ് ഈസ് അൺപ്രഡിക്റ്റബിൾ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അനദർ ഇമ്പോർട്ടന്റ് ചലഞ്ച് ഓർ പ്രോബ്ലം ഇസ് ദാറ്റ് ദിസ് ഈസ് അൺപ്രഡിക്റ്റബിൾ. പ്രഡിക്റ്റ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. And third is that temporal spread. ടെമ്പറൽ എന്ന് പറഞ്ഞാൽ ടെമ്പററി, താൽക്കാലികമായിട്ട് മാത്രമേ ഇത് ഇത്തരത്തിൽ വ്യാപിക്കുന്നുള്ളൂ. അതുകൊണ്ട് ദീർഘകാലം എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും എങ്ങനെയാണ് ടെമ്പററി ക്യാരക്ടറാണ് കാണിക്കുന്നത്. ദിസ് ഇസ് ടെമ്പറൽ സ്പ്രെഡ്. These are the main important problems existed in capital expenditure. One is that here there is a measurement problem. Second is unpredictable, and third is that temporal spread. Now we here included what about the meaning here, then what about the difference between capital expenditure and revenue expenditure, and third is that what about the importance, and next is that what about the important problems or challenges of here there is a capital expenditure. Next
we included why should we increase capital expenditure? ഇതാണ് 2021 മറ്റൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ് നമ്മൾ, അപ്പം ഒരു ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 21 ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് പബ്ലിക് ഫിനാൻസിൽ ഉണ്ടായിരുന്നത്, ഫിസിക്കൽ ഇക്കണോമിക്സിൽ ഉണ്ടായിരുന്നത് വാട്ട് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. രണ്ടാമത്തെ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് വൈ ഷുഡ് വി ഇൻക്രീസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്തിനാണ് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് വൈ ഷുഡ് വി ഇൻക്രീസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യേണ്ട കാരണം എന്താണ്, ഇതാണ് മറ്റൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. വൈ ഷുഡ് വി ഇൻക്രീസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂട്ടുന്നത്. വൺ ഇസ് ദാറ്റ് ബിക്കോസ് ഓഫ് ദ കമ്പനീസ് റവന്യൂ ഗ്രോ സിഗ്നിഫിക്കന്റ്ലി. ഇതിനു വേണ്ടിയാ ഇൻ ഓർഡർ ടു ഇൻക്രീസ് കമ്പനീസ് റവന്യൂ, അതായത് കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടി അതായത് സിഗ്നിഫിക്കന്റ് ആയിട്ട് എടുത്തു പറയത്തക്ക വളർച്ച കമ്പനിക്ക് കൈവരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഫേമിന് കൈവരിക്കാൻ വേണ്ടിയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം എന്താ, ബിക്കോസ് ടു ഇൻക്രീസ് കമ്പനീസ് റവന്യൂ, അല്ലെങ്കിൽ കമ്പനിയുടെ റവന്യൂവിന്റെ ഗ്രോത്തിന് വേണ്ടിയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പം ദ മെയിൻ പർപ്പസ് ഓഫ് why should we increase capital expenditure? Because of increase company's revenue significantly. കമ്പനിയുടെ വളർച്ച, അതായത് റവന്യൂവിന്റെ വളർച്ച സിഗ്നിഫിക്കന്റ് ആയിട്ട് കൂട്ടാൻ അല്ലെ കൂടുതലായിട്ട് വളർച്ച ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇൻക്രീസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? രണ്ട് രീതിയാണ് പറയുന്നത്. വൺ ഇസ് ദാറ്റ് ഇംപ്രൂവ്ഡ് യൂട്ടിലൈസേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ. ഇംപ്രൂവ്ഡ് യൂട്ടിലൈസേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ, നിലവിലുള്ള ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതലായിട്ട് മെച്ചപ്പെട്ട രീതിയിൽ ഉപയോഗപ്പെടുത്താം. എക്സിസ്റ്റിംഗ് ക്യാപിറ്റലിനെ ഇപ്പോഴുള്ള നിലവിലുള്ള എക്യുപ്മെന്റ്സോ അതുപോലെ മെഷീനറിയോ കൂടുതലായിട്ട്, അതായത് ഇംപ്രൂവ് ചെയ്യത്തക്ക രീതിയിൽ നമുക്കതിനെ പരമാവധി ഉപയോഗപ്പെടുത്താം. ദസ് ഇറ്റ് ഇൻക്രീസ് കമ്പനീസ് റവന്യൂ. കമ്പനിയുടെ റവന്യൂ കൂട്ടാനായിട്ട് here there is a purpose is that increase അല്ലെങ്കിൽ ഇംപ്രൂവ്ഡ് യൂട്ടിലൈസേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ, നിലവിലുള്ള മെഷീൻസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിനെ ഇംപ്രൂവ് ചെയ്യത്തക്ക രീതിയിൽ പുരോഗമിപ്പിക്കത്തക്ക രീതിയിൽ ഉപയോഗപ്പെടുത്താം. thus it increase the revenue of company. That is the first purpose. And second is that significant investment in fixed capital. രണ്ടാമത് ഫിക്സഡ് ക്യാപിറ്റലിൽ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഒന്ന്, നിലവിലുള്ള ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് ഇംപ്രൂവ് ചെയ്യത്തക്ക രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. രണ്ടാമത് സിഗ്നിഫിക്കന്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിക്സഡ് ക്യാപിറ്റൽ. ഇത്തരത്തിലുള്ള അതായത് ലാൻഡോ എക്യുപ്മെന്റോ ബിൽഡിങ്സിലോ നമ്മൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക, കൂടുതലായിട്ട് നിക്ഷേപിക്കുക. ഇതുവഴി കമ്പനിയുടെ വളർച്ച ഉണ്ടാക്കാൻ സാധിക്കും, കമ്പനിയുടെ റവന്യൂ കൂട്ടാനാൻ സാധിക്കും. അല്ലെങ്കിൽ കമ്പനീസ് എബിലിറ്റി ടു മെയിൻറ്റെയിൻ എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ക്യാപിറ്റലെ മെയിൻറ്റെയിൻ, കമ്പനിയുടെ എബിലിറ്റി ടു മെയിൻറ്റെയിൻ, അതായത് നിലവിലുള്ള എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് കമ്പനിയുടെ വളർച്ച കൂട്ടാം. These are the important purpose of why should we increase capital expenditure. Capital expenditure കൂട്ടാനുള്ള പ്രധാന കാരണം because of increasing company's revenue. കമ്പനിയുടെ റവന്യൂ ഗ്രോ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂട്ടുന്നത്. ഒന്ന്, എക്സിസ്റ്റിംഗ് ക്യാപിറ്റലിനെ ഇംപ്രൂവ് ചെയ്ത രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. കണ്ടോ, യൂട്ടിലൈസേഷൻ മെച്ചപ്പെട്ട രീതിയിൽ ഇംപ്രൂവ് ചെയ്യുക, ഇതാണ് ഒന്നാമത്. രണ്ടാമത്, സിഗ്നിഫിക്കന്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിക്സഡ് അസറ്റ്, അതിൽ ഫിക്സഡ് ക്യാപിറ്റൽ എടുത്തു പറയത്തക്ക രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഫിക്സഡ് അസറ്റിൽ നമ്മൾ കൊടുക്കുക. ഇവ രണ്ടും ചെയ്യുക വഴി ഇറ്റ് ഇൻക്രീസ് ദ കമ്പനീസ് റവന്യൂ. ഇതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യം. Why should we increase capital expenditure? The main purpose is that growth of company's revenue. One is that improve utilization of existing capital, and second is that here there is a significant investment in fixed capital or fixed asset. These are the two important ways why should we increase capital expenditure. Now we conclude here. ഇത് 2021 പബ്ലിക് ഫിനാൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ ഇക്കണോമിക്സിലെ
ക്വസ്റ്റ്യൻ പേപ്പർ 2 ഷോർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. മാത്രമല്ല UGC നെറ്റിൽ ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് മാറ്റിക്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതിനുവേണ്ടിയാണ് വാട്ട് ഈസ് ദ മീനിങ് ഹിയർ, what about the importance difference between revenue expenditure and capital expenditure, which are the problems, or here there is a challenges, and last is that why should we increase capital expenditure. Thank you.